ശാരീരികമായ അവസ്ഥയിൽ പൗലോസ് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമുക്കറിയാം, പ്രാർത്ഥിക്കുമ്പം പൗലോസ് മുട്ടുകുത്തിയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. പഴയ നിയമത്തിലൊക്കെ പ്രാർത്ഥനയെ നമുക്ക് കാണാൻ സാധിക്കും. സൊദോം ഗൊമോറയെ നശിപ്പിക്കാൻ വേണ്ടി ദൈവം തീരുമാനമെടുക്കുന്ന സമയത്ത് അബ്രഹാമിന്റെ വീട്ടിൽ ഹല്ലേലൂയ ദൈവം തൻ്റെ 2 ദൂതന്മാരുമായി അബ്രഹാമിനെ സന്ദർശിക്കാൻ വരുമ്പം അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് സോദോമിനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. പ്രാർത്ഥിക്കുമ്പം അബ്രഹാം പ്രാർത്ഥിച്ചത് എന്താണ്? സോദോം നശിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ദൈവത്തോട് അബ്രഹാം പ്രാർത്ഥിക്കുകയാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, അബ്രഹാമിന്റെ വീട്ടിൽ ദൈവം അബ്രഹാമിന് അടുത്ത് വരുമ്പം 2 ദൂതന്മാരുമായിട്ടാണ് വരുന്നത്. അവിടെ നിന്ന് ലോത്തിന്റെ വീട്ടിലേക്ക്, സോദോമിലേക്ക് ദൈവം ദൂതന്മാരെ അയക്കുമ്പം അബ്രഹാമിന്റെ വീട്ടിൽ തന്നെ ദൈവം അബ്രഹാമിനോട് കൂടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന മനുഷ്യനോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്ന മനുഷ്യനോട് കൂടെ വ്യാപരിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയാണോ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരവസരം ദൈവം ഒരുക്കി തരുന്നുണ്ട്. സാധ്യതകളെയൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കോണം. പ്രാർത്ഥിക്കാൻ കിട്ടുന്ന സമയം ദൈവത്തോട് കൂടെ ഇരിക്കുന്ന സമയമാണ്. അഥവാ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറയാം, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നിങ്ങൾക്ക് വേണ്ടുന്ന മറുപടി തരും.